economic stagnation and underdevelopment during British period. India possessed all facility to make rapid development in the economic sphere. But due to certain policies and attitudes of the English people who ruled India for a long period, instead of moving to higher levels of economic activity, the Indian economy was forced to the state of economic backwardness. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു? സാമ്പത്തിക മുരടിപ്പും വികസനമില്ലായ്മയുമാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കൈകാര്യം ചെയ്തത്. നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ ഭൗതികമായ സാഹചര്യം എന്ന് പറയുന്നത്, അതിന്റെ പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ചയുടെ മുൻപന്തിയിലേക്ക് ഉയരാൻ കഴിയുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ ബ്രിട്ടന്റെ ഭരണം, അവരുടെ സമീപനം, അവരുടെ കാഴ്ചപ്പാടുകൾ ഇന്ത്യൻ ഇക്കോണമിയെ ഒരു വളർച്ച മുരടിച്ച, വികസനമില്ലാത്ത, പിന്നോക്ക സമ്പദ്വ്യവസ്ഥയാക്കി മാറ്റുകയുണ്ടായി. There were many economic, social and religious factors responsible for the backwardness of the economy. Apart from such factors, the policy of the British government was a major cause which resulted in social and economic backwardness of the Indian people. നമുക്കറിയാം, ഒരുപാട് സാമൂഹിക, സാമ്പത്തിക, മതപരമായ ഘടകങ്ങൾ ഇന്ത്യയുടെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ കൂടി അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയോടുള്ള സമീപനം തന്നെയായിരുന്നു. അവരിവിടെ സ്വീകരിച്ച വ്യവസായിക, വാണിജ്യ, കയറ്റുമതി, ഇറക്കുമതി നയങ്ങളൊക്കെ തന്നെയാണ് ഇന്ത്യയുടെ പിന്നോക്കാവസ്ഥയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. The British government was interested more in the better functioning of the British economy and the well-being of the British people than in the development of the Indian economy. The stagnated nature of the Indian economy during the British period was the result of this attitude. നമുക്കറിയാം, ഇവിടെ ബ്രിട്ടന്റെ ഭരണം കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആ നേട്ടങ്ങളൊന്നും ഇന്ത്യക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് കരുതിക്കൊണ്ടല്ല, മറിച്ച് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചില നേട്ടങ്ങളൊക്കെ ബ്രിട്ടീഷ് ഭരണം കൊണ്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും എന്താണ്, അവരുടെ എല്ലാ കാലത്തും അവരുടെ താല്പര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇക്കോണമി, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം ഏറ്റവും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള സമീപനമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയുടെയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെയും തകർച്ചയ്ക്കും പിന്നോക്കാവസ്ഥയ്ക്കും പ്രധാനപ്പെട്ട കാരണം. Let us find out what is the nature of agriculture during the time of British rule. ബ്രിട്ടന്റെ ഭരണകാലഘട്ടത്തിൽ നമ്മുടെ കാർഷിക മേഖലയുടെ അവസ്ഥ എന്താ നമുക്ക് നോക്കാം. The backward nature of the Indian economy during the British period was evident from the extreme poverty that prevailed among the agriculturists. The zamindari system was responsible for the deteriorated condition of the agriculturists in India. The zamindars frequently increased the rent. നമുക്കറിയാം, ഇന്ത്യൻ കാർഷിക മേഖലയുടെ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കാൻ ഒരു കാര്യം മനസ്സിലായാൽ മതി, ഇന്ത്യയുടെ കർഷകരുടെ ദാരിദ്ര്യത്തെ കുറിച്ച് മനസ്സിലാക്കിയാൽ മതി. നമ്മുടെ കർഷകരിൽ ഭൂരിഭാഗവും ദരിദ്രാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എന്താണ്? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് കോൺവാലിസ് പ്രഭു നടപ്പിലാക്കിയ പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ടിന് കീഴിൽ വരുന്ന സെമിന്ദാരി സിസ്റ്റം തന്നെയാണ്. കാരണം സെമിന്ദാർസിന് എന്താണ്, നികുതി പിരിക്കാനുള്ള അവകാശം ലഭിച്ചതോടുകൂടി അവർ കൂടെ കൂടെ നികുതി വർദ്ധിപ്പിക്കുകയും ആ കിട്ടുന്ന നികുതി, കർഷകരെ ചൂഷണം ചെയ്ത് കിട്ടുന്ന നികുതി പണത്തിൽ ഭൂരിഭാഗവും അവര് എന്താണ് ആർഭാടപൂർവമായ ജീവൻ നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ കർഷകരെ സംബന്ധിച്ച് വലിയ പ്രധാനപ്പെട്ട വലിയ പ്രശ്നങ്ങളാണ് അവർ അക്കാലത്ത് നേരിട്ടത്. So the zamindars raised the rate of interest frequently. This very high rate of rent had
3 far-reaching effects. ഇവിടെ എന്താണ് ചെയ്തത്? സെമിന്ദാറുകൾ കൂടെ നികുതി വർദ്ധിപ്പിച്ചു. ഇത് പ്രധാനമായും ഇന്ത്യൻ ഇക്കോണമിയിൽ പ്രത്യേകിച്ച് കാർഷിക മേഖലയിൽ 3 തരത്തിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നെന്താണ്? ദ ഫാർമേഴ്സ് ലൈഫ് ബിക്കം ഇൻടോളറബിൾ. കർഷകരെ സംബന്ധിച്ച് അവരുടെ ജീവനം ദുസ്സഹനമായി അസഹനീയമായി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. Secondly, agricultural surplus paid to the zemindars in the form of rent was wasted by them through conspicuous consumption. ഈ അധിക നികുതി സെമിന്ദാർസിന് ലഭിക്കുന്ന അധിക നികുതി അവർ ആർഭാട ജീവിതം നയിച്ച് നശിപ്പിച്ചു കളയുകയാണ് ചെയ്തത്. അതുകൊണ്ട് കാർഷിക മേഖലയിൽ ഉണ്ടാകുമായിരുന്ന വളർച്ച കൂടി ഇല്ലാതായി. Thirdly, increase in rent forced the farmers to borrow frequently to pay rent from the money lenders who charged very high rates of interest. This resulted the indebtedness of the farmers. മൂന്നാമത് നമ്മൾ പറയാനുള്ളത്, ഈ വർദ്ധിച്ച നികുതി കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ കർഷകർ മണി ലെൻഡേഴ്സിൽ നിന്നും കടമെടുക്കേണ്ടി വന്നു, പലിശയ്ക്ക് കടമെടുക്കേണ്ടി വന്നു. അവർ ചുമത്തിയ പലിശ നിരക്കോ വളരെ ഉയർന്ന നിരക്കാണ് ചുമത്തിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും കർഷകർക്ക് അവരുടെ വിളവെടുപ്പ് കഴിയുമ്പോൾ മേടിച്ച പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി. എല്ലാവരും വലിയ തോതിലുള്ള കടക്കണിയിൽ അകപ്പെടുകയും ചെയ്തു.